ദൈവവചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അതെന്നെ തൊടാതെ പോകുന്നതിൻ്റെ ഒരു കാരണം എനിക്കെല്ലാം അറിയാമെന്ന ഭാവമാണ്. എൻ്റെ അഹന്തയാണ്, എന്നിലെ ചില പാപങ്ങളാണ്. ദൈവകരുണയുടെ വിശുദ്ധയായ സിസ്റ്റർ ഫൗസ്തീനയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സിസ്റ്ററിന് ഈശോ പലവട്ടം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ദൈവകരുണയുടെ പടത്തിലുള്ള ഈശോ സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ട ഈശോയാണ്. കൈകൾ വിരിച്ചു പിടിച്ചു നിൽക്കുന്ന ഈശോ. വിശുദ്ധയ്ക്ക് ഉണ്ണി യേശുവിൻ്റെ ദർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ തൻ്റെ കസേരയുടെ താഴെ സിസ്റ്റർ ഫൗസ്തീന ഈശോയെ കാണുന്നു, ഉണ്ണി യേശുവിനെ. ഏകദേശം 1 വയസ്സ് പ്രായം തോന്നിക്കുമായിരുന്നു. തന്നെ കൈകളിൽ എടുക്കാൻ ഉണ്ണി യേശു സിസ്റ്ററിനോട് ആവശ്യപ്പെടുന്നു. കയ്യിലെടുത്തപ്പോൾ സിസ്റ്ററിൻ്റെ നെഞ്ചോട് ചേർന്ന് പറ്റിച്ചേർന്ന് ഉണ്ണി ഈശോ ഇരിക്കുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് ഇങ്ങനെ നിന്റെ നെഞ്ചോട് പറ്റിച്ചേർന്നിരിക്കാൻ വലിയ ഇഷ്ടമാണ്. ഒരു ആത്മീയ പാഠം കൂടി ഞാൻ നിന്നെ പഠിപ്പിച്ചോട്ടെ. നീയും എന്നെപ്പോലെ ചെറുതാവണം. അങ്ങനെ ചെറുതായാൽ എൻ്റെ നെഞ്ചോട് പറ്റിച്ചേർത്ത് നിന്നെ വയ്ക്കാൻ എനിക്ക് പറ്റും. ചെറുതായാൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. അഹന്തയും എനിക്കെല്ലാം അറിയാവുന്ന ഭാവവും കളഞ്ഞു വചനം വായിച്ചു നോക്കിക്കേ. വചനത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. വചനം നമ്മെ തൊടും, സൗഖ്യപ്പെടുത്തും. സ്വർഗരാജ്യം കുഞ്ഞുങ്ങളെപ്പോലെ ഉള്ളവരുടേതാണ്. കുഞ്ഞുങ്ങളായാൽ ജീവിതത്തെ കുഞ്ഞുങ്ങൾ കാണുന്നത് പോലെ കണ്ടാൽ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണ പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സ്വർഗരാജ്യം നമ്മുടേതുമാകും.